എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ പോകുന്നത് നമുക്ക് സെൻട്രൽ മാർക്കറ്റ് കാണാനാണ്. പോകുന്ന വഴി നമ്മൾ മലേഷ്യയിലെ അലയൻസിൻ്റെ ബിൽഡിംഗ് കണ്ടു. പിന്നെ നമ്മുടെ മെട്രോ റെയിലിൻ്റെ മോണോ റെയിലിൻ്റെ സ്റ്റേഷൻസ്, അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്സ്, സ്ഥിരം നമ്മുടെ മലേഷ്യൻ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ സെൻട്രൽ മാർക്കറ്റിലോട്ട് പോവുകയാണ്. നമ്മൾ ത്യാൻഹാവ് ടെമ്പിളൊക്കെ കണ്ടിട്ട് അന്നത്തെ ദിവസം ബാക്കി കിട്ടിയ സമയത്താണ് സെൻട്രൽ മാർക്കറ്റ് കണ്ടുകളയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തത്. നമ്മൾ ത്യാൻഹാവ് ടെമ്പിളിൽ നിന്ന് നേരെ ക്യാബ് ടാക്സി വിളിച്ച് നേരെ സെൻട്രൽ മാർക്കറ്റിലോട്ട് പുറപ്പെട്ടു. അധികം ദൂരമൊന്നുമില്ല, അത് പെട്ടെന്ന് എത്താവുന്ന ഒരു ഡിസ്റ്റൻസിലാണ്. ഒരു അരമണിക്കൂർ താഴെയുള്ളൂ. നമുക്ക് എല്ലാം ഈ ടൗൺ ഏരിയയിൽ തന്നെയാണ്. അതുകൊണ്ട് ത്യാൻഹാവ് ടെമ്പിളും ടൗണിൻ്റെ ഔട്ട്സ്കേർട്സിൽ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അധികം ദൂരമില്ല. അവിടുന്ന് നമുക്ക് ഈ പറയുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലോട്ട് പോകാൻ ടൗൺ ഏരിയയിലുള്ളത്. ഇപ്പം നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ടൗൺ ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ അവിടെയാണ് ഇതിൻ്റെ കൂടെ പ്ലാൻ ചെയ്തത്. ഇത് നമ്മുടെ സെക്കൻഡ് ടോളസ്റ്റ് ടവറാണ് വേൾഡിലെ. നമ്മൾ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സെൻട്രൽ മാർക്കറ്റ് പരിസരത്തോട്ട് എത്തി. അതിൻ്റെ പാർക്കിംഗ് സ്പേസ് ആണിത്. ഇതാണ് നമ്മുടെ മലേഷ്യയിലെ സെൻട്രൽ മാർക്കറ്റിൻ്റെ പ്രധാന കവാടം. അപ്പോൾ അതിനകത്തോട്ട് കയറിയാൽ അകത്ത് നിറയെ ഷോപ്സാണ്. നമ്മുടെ നാട്ടിലെ ചന്ത എന്നൊക്കെ പറയുന്ന പോലുള്ള മലേഷ്യയിലെ സെറ്റപ്പാണിത്. അപ്പോൾ അവിടെ പുറത്തൂടെയും ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റ് വെൻഡേഴ്സ് പോലുള്ള ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് ഷോപ്സ് ഉണ്ട്. നമ്മൾ തട്ടുകട എന്നൊക്കെ പറയുന്ന പോലെയുള്ള ജ്യൂസ് ഷോപ്സും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് നമുക്ക് റിഫ്രഷ്മെന്റിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിൽ പോയി ഇപ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ കഴിക്കാനല്ലേ വരുമ്പോൾ ഇപ്പം ഞങ്ങൾ ചെന്ന ഉടനെ 2 കരിക്കൊക്കെ മേടിച്ച് കുടിച്ചു. കാരണം രാവിലെ ത്യാൻഹാവ് ടെമ്പിളിൽ പോയി കറങ്ങിയിട്ട് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവിടുത്തെ കരിക്ക് ഷോപ്പാണ്. അപ്പോൾ അവിടുന്ന് ഒരു തണുത്ത കരിക്കും വെള്ളം വാങ്ങി കുടിച്ചു. അവിടുത്തെ 2 പോലീസ് ബൈക്കുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പട്രോളിനായിട്ട് ഇറങ്ങിയതാണെന്ന് മാർക്കറ്റ് പരിസരമായതുകൊണ്ട് നല്ലൊരു ഫീലുണ്ട് അവിടെ മാർക്കറ്റിൽ. എല്ലാം നല്ല നീറ്റായിട്ട് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവർ ടൂറിസ്റ്റിനെ എത്രമാത്രം ആകർഷിക്കാൻ പറ്റുമോ അതിനൊത്ത രീതിയിലെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. മാർക്കറ്റായാലും അതിൻ്റെ പരിസരങ്ങളായാലും അത് മുന്നിൽ കണ്ടാണ് അവരെല്ലാം ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് കച്ചവടത്തേക്കാൾ കൂടുതൽ ഉദ്ദേശിക്കുന്നവർ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുക. ഇപ്പം ലോക്കൽ ആൾക്കാരുടെ കച്ചവടത്തെക്കാളും വരുന്ന ആൾക്കാരുടെ ടൂറിസ്റ്റിൻ്റെ കയ്യിൽ നിന്നുള്ള മണി അല്ലെങ്കിൽ ക്യാഷാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. സെൻട്രൽ മാർക്കറ്റിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള സെൻട്രൽ മാർക്കറ്റ് എന്നൊക്കെ എഴുതി വെച്ച് ഒരു ലൊക്കേഷൻ സിമ്പിളൊക്കെ കൊടുത്തു. ഇതാണ് ഫുൾ അതിൻ്റെ ഫ്രണ്ടിലെ പാർക്കിംഗ് സ്പേസും ആ ഒരു ഏരിയ. എൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ സെക്കൻഡ് ടോളസ്റ്റ് ടവർ ഉള്ളത്. ഇതെല്ലാം ടൗൺ ഏരിയയിൽ വരുന്നതാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് അകത്തേക്കുള്ള മാർക്കറ്റിൻ്റെ. നിരവധി ഷോപ്പുകളുണ്ട്. എന്തും ഏതും അവിടെ കിട്ടും. എന്ത് ടൈപ്പ് സാധനങ്ങളും നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാം. അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒത്തിരി ഷോപ്പുകളുണ്ട്. പലവിധം സംഭവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ് ഐറ്റംസ് ഒക്കെ. നമ്മുടെ ഇവിടെ ചകിരി കൊണ്ടും കോക്കനട്ട് കൊണ്ടൊക്കെ തേങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ് ഒക്കെ ഉള്ള പോലെ അതിൻ്റെയും ഷോപ്പുകളുണ്ട് അവിടെ. പോട്ടറി, പിന്നെ ആർക്കൈവ്സിനുള്ള സാധനങ്ങൾ, സോവനീർ ഷോപ്പുകൾ. ഡൂറിയാന് മാത്രമായിട്ട് സ്പെഷ്യൽ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. ഡൂറിയാൻ്റെ ഐറ്റംസ്. ഡൂറിയാൻ അറിയാലോ, നമുക്ക് തായ് ഫ്രൂട്ടാണ്. അതിനും അത്യാവശ്യം നല്ല സുഗന്ധമുള്ളൊരു ഫ്രൂട്ടാണ്. അറിയാവുന്നവർക്കറിയാമായിരിക്കും. ഇതാണ് ഡൂറിയൻ്റെ ഷോപ്പ്. ഡൂറിയൻ്റെ സ്പെഷ്യലൈസ്ഡ് വിഭവങ്ങളൊക്കെയാണ് അവിടെ കിട്ടുക.
ജാമും അത് ഇതെന്നും പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഡൂറിയൻ കൊണ്ടുള്ള പല സാധനങ്ങളും ഉണ്ടാക്കി വെക്കുന്നു. കഴിക്കാൻ പറ്റുന്നവർക്ക് വാങ്ങി കഴിക്കാം. അതിന്റെ സുഗന്ധം ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളവിടെ കയറിയപ്പോൾ വാങ്ങാൻ വരുന്നവരെയൊക്കെ കൂടുതൽ കാണാൻ വരുന്നവരെയാണ് നമ്മൾ കണ്ടത്. ബട്ട് അകത്ത് സ്പൈസസ് ഷോപ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആളുകൾ കൂടുതലും വാങ്ങുന്നുണ്ട്. ബാക്കിയുള്ള ഇതുപോലുള്ള ഹാൻഡിക്രാഫ്റ്റ്സും അങ്ങനത്തെ ഷോപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള ടൂറിസ്റ്റ് സ്കൂളിൽ വരുമ്പോൾ അവർ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, സോവനീർ പോലുള്ള സാധനങ്ങൾ. അപ്പൊ ചെറിയൊരു ഹാള് പോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ളൊരു സംവിധാനമൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്, വിശ്രമിക്കാനൊക്കെ. ഇത് കണ്ടറിയാം ഇത്ര നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഒരു ഹൈ എൻഡ് ഷോപ്പിംഗ് മാളിലൊക്കെ കയറുന്ന ഒരു പ്രതീതിയിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അവരുടെ സിഗ്നേച്ചറായിട്ട്. ഈ മലേഷ്യൻ സെൻട്രൽ മാർക്കറ്റ് എന്ന് പറയുന്നത് 1888 അവർ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്, നമ്മുടെ സാധാരണ ലോക്കൽ മാർക്കറ്റ് പോലെ. അത് പിന്നെ പല സ്റ്റേജസ് ആയിട്ട് 1937 വരെ അതിൻ്റെ പല സ്റ്റേജിലുള്ള വികസനങ്ങളൊക്കെ നടന്നാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു മാതൃകയിലായത്. പിന്നെ ഇടയിൽ അവർക്ക് ഇത് ഡെമോളിഷ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. മലേഷ്യ വികസിച്ച് പോകുന്നതിനനുസരിച്ച് അപ്പോൾ അവർക്ക് വികസനത്തിന്റെ ഭാഗമായിട്ട് വേറെ സ്ട്രക്ചേഴ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ആയിട്ട് 1970 ആയപ്പോൾ ഇവർക്ക് ഇത് ഡെമോളിഷ് ചെയ്ത് വേറെ ഡെവലപ്മെന്റിനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവിടുത്തെ ഹെറിറ്റേജ് സൊസൈറ്റി ഒക്കെയാണ് ഇടപെട്ടിട്ട് അതൊരു ഹെറിറ്റേജ് സൈറ്റായിട്ട് തീരുമാനിച്ച് സംരക്ഷിച്ചു പോകുന്നു. അങ്ങനെയൊരു സംരക്ഷിത ഹെറിറ്റേജ് സൈറ്റായിട്ട് പോകുന്ന ഒരു പൈതൃക സ്ഥലമായിട്ട് അവർ കീപ്പ് ചെയ്ത് പോകുന്നതാണ്. മോൾക്ക് അധികം എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ സ്റ്റോറിൽ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കളർഫുൾ ഐറ്റംസ് ഒക്കെ ഇതുപോലെ ചൈനീസ് സ്റ്റോർസിലൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഫെങ്ഷുയി ഇതൊക്കെ കണ്ടിട്ട്, മറ്റേ ഫെങ്ഷുയിലെ ക്യാറ്റിന്റെ ഇതും കയ്യാട്ടിയിരിക്കുന്ന ഇതൊക്കെ കണ്ട് മോക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കാണിക്കാൻ കുറച്ച് നേരമൊക്കെ ഇരുത്തി. അങ്ങനെയാണ് മോളെ ഒന്ന് എൻഗേജ് ചെയ്തിരുത്തിയത്. പിന്നെ എല്ലായിടത്തോടെയും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലേഷ്യയിൽ അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ വലിയ ചൂട് ഫീൽ ചെയ്യില്ലെങ്കിലും നമുക്ക് ഫാനില്ല എന്നുണ്ടെങ്കിൽ അൺകംഫർട്ടബിൾ ആയിരിക്കും. പല രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. അതൊരു കൾച്ചറൽ സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സോവനീഴ്സും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് ആളുകൾ സെൻട്രൽ മാർക്കറ്റിലാണ് വരുന്നത്. ഇപ്പം ബാക്കി എല്ലാ പ്ലേസും ഒക്കെ സന്ദർശിച്ചു കഴിയുമ്പോൾ ആൾക്കാർ സോവനീർ കളക്ട് ചെയ്യാനും അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസ് ഒക്കെ വാങ്ങാനും, സ്പൈസസ്, മറ്റേ കോഫി ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അവിടെ കൂടുതൽ. ഇപ്പം മലേഷ്യയുടെ എന്ന് പറയാനായിട്ട് നമുക്ക് കോഫി ഉണ്ട്, കോഫിയുടെയൊക്കെ കുറേ സ്റ്റാളുകളുണ്ട്. ചോക്ലേറ്റ്സ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും, ചോക്ലേറ്റ് സ്റ്റാളുണ്ട്. ഇത് നമുക്കൊരു കോക്കനട്ട് സ്റ്റാൾ, കോക്കനട്ടിന്റെ ക്രാഫ്റ്റ്സിന്റെ. ഇപ്പൊ സെൻട്രൽ മാർക്കറ്റിന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.